അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, അതെന്താ 1 by 1 ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇവിടെ എന്താ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സർക്യൂട്ട്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ സർക്യൂട്ട്സിന്റെ ഏത് ടോപ്പിക്കിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോ നിങ്ങൾക്കറിയാം ഇപ്പം PSC എക്സാമിന്റെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് എന്താ ഒന്ന് കൂടി വരുവാണല്ലേ. അപ്പോ നമ്മൾക്കത് ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാല് PYQs നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ കുറച്ച് മാർക്സ് ഒക്കെ കിട്ടും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ എന്താ കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. എന്നാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ, ഏത് ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പൊ NPTEL വീഡിയോസ് ഉണ്ട്. അപ്പൊ IIT മദ്രാസിന് NPTEL ഗേറ്റ് പോർട്ടൽ IIT മദ്രാസ് അടിച്ചു നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് വരുന്നുണ്ടാവും. അപ്പൊ അതിൽ ഗേറ്റ് പോർട്ടൽ എന്നുള്ളതിൽ ജസ്റ്റ് NPTEL എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഗേറ്റ് ഓറിയന്റഡ് ആണെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം പറ്റിയ ഒരു സംഭവമാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് നോളജിലെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ബേസിക് തൊട്ടിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാം. വൺ ഓഫ് ദി ബെസ്റ്റ് കാര്യമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിൽ NPTEL ഗേറ്റ് പ്രൊജക്ട് എന്നുള്ള രീതിയിലാണ് എന്താ പറയണ്ടേ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ ഗേറ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഗേറ്റ് സൊല്യൂഷൻസ് വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് അടങ്ങിയിട്ടുള്ളത് അവൈലബിൾ ആണ്. അതല്ല നമുക്ക് എന്ത് ഗേറ്റ് നമ്മുടെ സബ്ജക്റ്റിന്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണെന്നില്ലാതെ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം കൺസെപ്റ്റ് ആണ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ കൺസെപ്റ്റിലേക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, സിവിൽ എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, അതെന്താ 1 by 1 ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇവിടെ എന്താ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ സർക്യൂട്ട്സിന്റെ ഏത് ടോപ്പിക്കിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. ഓക്കെ, നെറ്റ്വർക്ക് തിയറംസ് ആണെങ്കിൽ നെറ്റ്വർക്ക് തിയറം. അപ്പൊ അതിലെന്താ എല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏറ്റവും നോഡൽ അനാലിസിസ്, മെഷ് അനാലിസിസ് ഒക്കെ ആണെങ്കിൽ അതെന്താ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കറസ്പോണ്ടിങ് ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഇവിടെ പ്ലേ ചെയ്തിട്ട് വരും. അത് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഓർഡറിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ആൻഡ് കട്ടായിട്ട് നിങ്ങൾക്ക് എന്താ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോ ഈ അനലോഗ് പഠിച്ചാൽ ഡിജിറ്റലിലേക്ക് പോകണമെങ്കിൽ ഡിജിറ്റലിലേക്ക് പോകാം. ഡിജിറ്റലിൽ എന്ത് ചെയ്യാം, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമുക്ക് തരാം. കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് കൊണ്ട് എല്ലാം കൃത്യമായിട്ടുണ്ട്. എത്ര 22 എൻട്രീസ് ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഏറ്റവും ആദ്യത്തെ 10 കാണിച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വെച്ചിട്ട് ഓരോ വീഡിയോസും ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും. അല്ല നിങ്ങൾക്ക് ഓപ്പറേഷൻ ആംപ്ലിഫയറിനാണെങ്കിൽ ആംപ്ലിഫയറിന്റെ ഏസിലേക്ക് നമുക്ക് വരാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതേപോലെ എല്ലാ സബ്ജക്റ്റിനും ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഇലക്ട്രോണിക്സിന്റെ ആണെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസെപ്റ്റ് ബേസിക് തൊട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ രീതിയിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. അതല്ലാതെ നിങ്ങൾക്ക് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷേ കൺസെപ്റ്റ് മാത്രം ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം PSC ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ കുറച്ച് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഗേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കണം. ഗേറ്റിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കണം. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പൊ അവിടെ രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ടോപ്പിക് അല്ലെ കൺട്രോൾ സിസ്റ്റത്തിലെ ഒരു കൺട്രോൾ സിസ്റ്റത്തിലെ PYQs ആണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇയർ വൈസ് വേണമെങ്കിൽ ഇയർ വൈസ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നമ്മൾ സബ്ജക്ട് വൈസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ടോപ്പിക് നല്ല സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് സബ്ജക്ട് ആണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പൊ ഇലക്ട്രിക്കൽ മെഷീൻസിന് ഏത് സബ്ജക്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നീ ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ, ബോർഡ് പ്ലോട്ട്, ഓക്കെ, കോമ്പൻസേറ്റേഴ്സ് ആൻഡ് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മെഷർമെന്റ്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ മെഷർമെന്റ്സിന്റെ ഓക്കെ കൃത്യമായിട്ട് എന്താ ആ ഒരു AC ബ്രിഡ്ജസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യും. അല്ല അനലോഗ് ഇലക്ട്രോണിക്സിന്റെ ബേസ് ആയിട്ടുള്ള സോറി എറർ അനാലിസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ മെഷർ ചെയ്യും. അതുപോലെ മെഷർമെന്റ് ഓഫ് വോൾട്ടേജ് കറന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഇങ്ങനെ എടുക്കാം. അതല്ല നിങ്ങൾക്ക് എന്ത് ഇയർ വൈസ്, അതായത് ഇപ്പം കഴിഞ്ഞ വർഷം 2022 എക്സാംസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം ഇതേപോലെ തന്നെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തിട്ട് ആ ഒരു കണ്ടന്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇത്രയും പറയാനുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ഇടുവാൻ. ഓക്കെ, താങ്ക് യു.